അസ്സലാമലൈക്കും. ഞാൻ ഇന്നിവിടെ ബട്ടർ ഗാർലിക് ചിക്കനും തന്തൂരി റൊട്ടിയുമാണ്. നമ്മൾ ഓവനും തന്തൂരി റൊട്ടിയുടെ അടുപ്പൊന്നുമില്ലാതെ വീട്ടിൽ നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കടക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ കപ്പിന് 3 കപ്പ് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. അത് ഒരു 750 ഗ്രാം പൊടി ഉണ്ടാവും. അപ്പം ഇങ്ങനെ 3 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ആ ബേക്കിംഗ് സോഡ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നമ്മൾ ചൂടുള്ള പാലിലാണ് ഇത് കുഴച്ച് കൊടുക്കുന്നത്. നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇനി മറ്റുള്ള ചേരുവകളൊക്കെ കൂട്ടിയിട്ടാണ് കുഴച്ചെടുക്കാൻ പോകുന്നത്. ഇത് ഒരു 250 ഗ്രാം പാലുണ്ടാവും. അപ്പം അതിലേക്ക് നമ്മൾ ഒരു 500ൻ്റെ പാക്ക് വാങ്ങുമല്ലോ, അതിൻ്റെ പകുതി പാലുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഓയിലുണ്ടല്ലോ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ പഞ്ചസാര 1 ടീസ്പൂൺ കേട്ടോ, നല്ല ഒരു നിറച്ചൊരു ടീസ്പൂണ് പഞ്ചസാര ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മാവിലേക്കൊക്കെ ഉള്ള ഉപ്പ് വേണ്ടി വരും, അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തൈര് ഈ കപ്പിന് 1 കപ്പ്, ഇത് ഒരു 50 ഗ്രാം തൈരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതുകൊണ്ടാണ് നല്ലപോലെ ഈ പഞ്ചസാരയും ഉപ്പെല്ലാം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ഈ മാവിലിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് തൈരും പാലും എല്ലാം പാടെ കൂടുമ്പോൾ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഈ പാലും തൈരും ഓയിലും പഞ്ചസാരയൊക്കെ ചേർത്തിയ ഈ മിശ്രിതം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുക്കാം. കുറേശ്ശെ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാൻ അത് വീഡിയോ ജസ്റ്റ് പിടിക്കാൻ മറന്നു. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനത് ഫുള്ള് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം. ഇതിലിട്ട് ജസ്റ്റ് ഇതൊന്ന് കട്ടയാക്കിയതിന് ശേഷം നമ്മൾ തിണ്ടിലിട്ടൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. ചപ്പാത്തിക്കും പൊറോട്ടയൊക്കെ കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. എന്നാലേ നമ്മളെ റൊട്ടി ശരിക്ക് പൊന്തി വരുള്ളൂ. അപ്പോൾ നമ്മളിത് നല്ല പെർഫെക്റ്റായിട്ട് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു നനഞ്ഞ തുണി കൊണ്ടിങ്ങനെ മൂടി വെക്കുക. നമ്മളിനി അപ്പോഴത്തേക്കും ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് സോഫ്റ്റ് ആട്ടെ അത് അപ്പത്തിന്. ഞാനിപ്പോൾ കുറച്ച് ചിക്കന് എല്ലില്ലാതെ കുറച്ച് ചിക്കന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 1 കിലോൻ്റെ അടുത്ത് ഒരു 3/4 കിലോ എന്തായാലും ഉണ്ടാവും. ഇതിലേക്ക് ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലിട്ട് ഇതിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ കുഴച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയുടെ വെള്ളയാണിത് കേട്ടോ. ഒരു മുട്ടയുടെ വെള്ള ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1 ടീസ്പൂണ് സോയാ സോസ്, സോയാ സോസ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുരുമുളക് 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കോൺഫ്ലവറാണ് കേട്ടോ. 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് തിരുമ്മി കുഴച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ഗാർലിക് ചിക്കനാണ്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ലപോലെ കുഴച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതൊരു പാനൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്, അതല്ല എങ്കിൽ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതുമാണ്. ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്, ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. നമ്മുടെ എല്ലാ ചിക്കനും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ചട്ടി ചൂടായി കുറച്ചായതിന് ശേഷമാണ് നമ്മൾ വേണമെങ്കിൽ സിമ്മിലിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളെ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. ഈ ചിക്കനൊക്കെ നല്ലപോലെ വേവായിട്ടുണ്ട്. നല്ലപോലെ മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വേവായാൽ മതി. ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് ഗ്രേവി റെഡിയാക്കാനുണ്ട്. ആ ഗ്രേവി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒഴിച്ച് വെക്കണം, പൊരിച്ചിട്ട് ഇതിൽ നിന്നും മാറ്റിയെടുക്കണം കേട്ടോ. നല്ല ഒരു ബ്രോസ്റ്റിൻ്റെ വാസനയൊക്കെ ഉണ്ട്. തക്കാളി പ്യൂരിയാണ് ഉള്ളത് എങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അത് ഉള്ളവർ അതൊരു 1/2 കപ്പ് ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ തക്കാളി പ്യൂരി എനിക്ക് ഇല്ലാത്തത് കൊണ്ട് തക്കാളി അടിച്ചെടുത്തതാണ് ഇത് കേട്ടോ. നമ്മൾ മിക്സിയിൽ അരിച്ചെടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അതിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും രുചിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ തക്കാളി സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു വലിയ ടേബിൾ സ്പൂൺ തക്കാളി സോസ്. മീഡിയം സൈസ് 2 തക്കാളിയാണ് ഞാൻ ഇതിൽ അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. മീഡിയം സൈസ് 2 തക്കാളി. പിന്നെ നമ്മൾ കച്ചപ്പ് ഒരു ചെറിയ ടീസ്പൂണ് കച്ചപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ടീസ്പൂണ് നിറച്ച് നമ്മൾ സോയാ സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ നമ്മൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് വളരെ ചെറിയൊരു ടീസ്പൂണ് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ സോയാ സോസ് ഒഴിച്ചു, തക്കാളി ജ്യൂസ് അടിച്ചെടുത്തത് മിക്സിയിൽ അടിച്ചെടുത്തത് ഒഴിച്ചു, ശർക്കര ഇട്ട് കൊടുത്തു, കച്ചപ്പ് ഇട്ട് കൊടുത്തു. നമ്മളിപ്പോൾ ഈ ചിക്കൻ പൊരിച്ചെടുത്ത എണ്ണയിൽ തന്നെ, ഇതല്ലെങ്കിൽ ബട്ടർ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആട്ടോ, അതിൽ തന്നെ നമ്മളിത് ഇനി ഈ ഗ്രേവി റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു 10 അല്ലി വെളുത്തുള്ളി നമ്മൾ ആ ചിക്കൻ പൊരിച്ച എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10-12 അല്ലി വെളുത്തുള്ളി പൊളിച്ചിട്ട് ചെറുതായി പൊളിച്ച് കട്ട് ചെയ്ത് നമ്മളിതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ വെളുത്തുള്ളിയൊക്കെ നല്ല മൂപ്പായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 6 പച്ചമുളക് കീറിയെടുത്തതും ഒരു 6 ഉണക്കമുളക് കേട്ടോ, ചുമന്ന ഉണക്കമുളകും വറ്റൽ മുളക് നമ്മൾ ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഇത് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മിക്സ്ഡ് ഉണ്ടല്ലോ, തക്കാളി സോസും സോയാ സോസും എല്ലാം ഒഴിച്ച് റെഡിയാക്കി വെച്ച ആ മിക്സ്ഡ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ചൊന്ന് ജസ്റ്റ് കുറുകിയിട്ടുണ്ട്. ഞാനിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മളിതിൽ നല്ല സെറ്റായി വരും കേട്ടോ. ഈ സോസല്ല, ഈ ചിക്കനിൽ പിടിച്ച് നല്ല സോസായി വരും.
നിങ്ങളുടെ അടുത്ത് സ്പ്രിംഗ് ഓണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഒരു നല്ല മൊഞ്ചായിരിക്കും കാണാൻ, നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത്രയേ ഇതിലിടുന്നുള്ളൂ. ഇത് ഇട്ടാൽ തന്നെ നല്ല രുചികരമായ ടേസ്റ്റി കറി കേട്ടോ. ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കട്ടെ. ഇത് നല്ല ഒരു മധുരവും എരിവൊക്കെ ഉള്ളൊരു ചിക്കൻ കേട്ടോ, ഗാർലിക് ചിക്കന്. നല്ല എരിവാണെങ്കിൽ അത്യാവശ്യം കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ ഉണക്കമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ രുചി ഈ തക്കാളി സോസിൻ്റെയും എല്ലാത്തിൻ്റെയും രുചി നല്ല പോലെ സെറ്റായി ഈ ചിക്കനിലാണ് പിടിക്കും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിങ്ങാണ്ടാണ് ഗാർലിക് ചിക്കനൊക്കെ കഴിക്കാറുള്ളത്. നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരുവിധം ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഈ കണ്ടോ, ഇതിലില്ല സോസുകളൊക്കെ ചിക്കനിൽ പിടിച്ച് ഗ്രേവി ഒന്നും ഇല്ലാതെ മുഴുവനും ആ ചിക്കനിൽ പിടിച്ചിരിക്കും. അപ്പോൾ ആ ചിക്കൻ എന്നാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ ഇളം മധുരവും എരിവൊക്കെ ഉള്ള ഈ റെസിപ്പി തിന്നാൻ നല്ല ഇഷ്ടമായി കാരണം. ഇതിൽ ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ചേരുവകളൊക്കെ ഒന്ന് ഈ ചിക്കനിൽ പിടിക്കണ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അത്യാവശ്യം നല്ല പോലെ സിമ്മിലിടണ്ട, എന്നാൽ ഫുൾ ഫ്ലെയിമിലിടണ്ട. എന്നിട്ടാണ് ഇത് കണ്ട നമ്മളിതിലൊട്ടും തന്നെ ഈ ഗ്രേവി കാണില്ല, അതൊക്കെ അതിൽ തന്നെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല അടിപൊളി ഗാർലിക് ചിക്കനാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ, അത്രക്കും ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് സ്പ്രിംഗ് ഓണി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാവുന്നതാണ്. അതാണ് ഒന്നും കൂടി ഭംഗിയും ടേസ്റ്റും. ഇതൊക്കെ നമ്മൾ ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമില്ല. നമുക്കെല്ലാം നിർബന്ധമുള്ളത് നമ്മൾ ചേർത്തണം, അല്ലാത്തത് ഇതൊക്കെ ഇടുമ്പോൾ നമുക്ക് നമ്മുടെ രുചിക്കൊക്കെ പ്രത്യേക ടേസ്റ്റുകൾ കിട്ടും. അതിനാണ് നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മാവൊക്കെ എടുത്ത് നോക്കാൻ പറ്റും. നല്ല ഒരു മണിക്കൂറിന് ശേഷം ഞാനിത് എടുത്ത് നോക്കുകയാണ്. നമ്മുടെ തന്തൂരി റൊട്ടിയുടെ മാവെല്ലാം സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കോട്ടൻ്റെ തുണിയാണ് നമ്മളിതിൻ്റെ മേലിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമ്മളിത് നല്ലതുപോലെ ഓരോ ബോളുകളാക്കി പിടിച്ചെടുക്കുക. വലിയ ബോൾ തന്നെ ആക്കി എടുക്കണം കേട്ടോ. ബോളുകളാക്കി പിടിച്ചെടുക്കുക. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ എണ്ണയൊന്നും ആക്കാതെ ഈ മാവ് കുഴച്ചപ്പോൾ എണ്ണ ഒഴിച്ചു എന്നല്ലാതെ ഇനി നമ്മൾ ഒരു തുള്ളി പോലും എണ്ണ ഒഴിക്കാതെയാണ് ഇത് ബോളെടുത്തിട്ടും പിന്നെ അതുപോലെ ചുട്ടെടുക്കുന്നത് കേട്ടോ. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കയ്യിലൊന്ന് എണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ തിണ്ടൊക്കെ നല്ല വൃത്തിയായി തുടച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ വലിയ വലിയ ബോളുകളാക്കിയിട്ടാണ് നമ്മളിത് ബോളാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എല്ലാം ബോളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ടിയിൽ പരത്താൻ പോവാണ് കേട്ടോ. എല്ലാ ഭാഗവും ഒരേപോലെ കട്ടി ആവിരിക്കണം, പല കട്ടി ആവരുത്. എന്നാലുള്ളൂ ഇത് നല്ല. അപ്പോൾ നമ്മൾ ഒരേ റൗണ്ടിലാക്കി ഒരേ കട്ടിയിലാക്കി പരത്തി കൊണ്ടുവരണം കേട്ടോ. എന്നാലുള്ളൂ അത് ഒരേപോലെ പൊള്ളയായി വരിക. ഇതിൻ്റെ മേലെ എള്ളുള്ളവർ എള്ളിട്ട് കൊടുക്കുക, മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, നിർബന്ധമില്ല, ഒക്കെ ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് ഇത് പരത്തിയെടുക്കുകയാണ് കേട്ടോ. എള്ളുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ കരിഞ്ജീരകമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്ത് പരത്തിയാൽ നമുക്ക് കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും, തിന്നുമ്പോൾ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തി കൊടുത്താൽ ഇതിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചുട്ടൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാക്കാരം അത് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പ് നല്ലപ്പോൾ കഴുകി ഇതിന് ശേഷമാണ് ഇതിൽ വെച്ചിങ്ങനെ പരത്തി കൊടുക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ
നല്ല കട്ടിയുള്ള ചട്ടിയിലാണ് ചുട്ടെടുക്കേണ്ടത്. നല്ല കട്ടിയുള്ള ചട്ടിയാണ്. അത് സ്റ്റീലാവട്ടെ ചെമ്പാവട്ടെ ഏത്, നോൺ സ്റ്റിക്കിൽ പറ്റൂല. ഇതിപ്പോൾ ഞാൻ നോൺ സ്റ്റിക്ക് തന്നെയാണ്, പക്ഷേ എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ അതിൻ്റെ മിനുസമെല്ലാം പോയ ചട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഒട്ടിപ്പിടിക്കണത്. ശരിക്കും ഒട്ടിപ്പിടിച്ചാലുള്ളൂ അതിന് എങ്ങനെയാണ് എന്ന് ഞാൻ പറയാം. ഇത് ശരിക്കും അതിൻ്റെ ഉൾഭാഗം പുറഭാഗം നമുക്ക് ഇത് ഓവനില്ല, അതുപോലെ തന്തൂരി റൊട്ടിയുടെ അടുപ്പൊന്നും നമുക്കില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധയോടെയാണ് ചുടേണ്ടത്. നമ്മൾ വെള്ളം കുടഞ്ഞു കൊടുക്കണം കേട്ടോ. ആ വെള്ളം കുടഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഈ റൊട്ടി ഇത് നമ്മൾ പരത്തി വെച്ചത് ഇട്ട് കൊടുക്കണം. ഈ തന്തൂർ റൊട്ടിയുടെ രൂപത്തിൽ നമുക്ക് ആവണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇത് പൊള്ളച്ച് വരുമ്പോൾ, പൊള്ള മേലെ പൊള്ളയായി വരുമ്പോഴാണ് നമ്മളിത് മറിച്ച് നമ്മൾ വേവിച്ചാൻ വെക്കുന്നത്. അപ്പോൾ ഇത് ഫുൾ ഫ്ലെയിമിലായിരിക്കണം ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെ പൊള്ളയായി മേലേക്ക് പൊന്തി വരും കേട്ടോ. നമുക്ക് പൊള്ളയായി വരുമ്പോഴാണ് നമ്മൾ മറിച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമുക്ക് അടി ഭാഗം വേവായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതല്ലാതെ നമുക്ക് ഇതിങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല. അത് നല്ല പോലെ അവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ഉൾഭാഗം കൂടി വേവായതിന് ശേഷമുള്ളൂ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് കാണുന്നില്ല ഇങ്ങനെ പൊള്ള വന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിനി ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കുക കേട്ടോ. സിമ്മിലാക്കി കൊടുത്തിട്ട് ഇങ്ങനെ കമഴ്ത്തി വെക്കുക. ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാൻ പാടില്ല. തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ച് സമയം നമ്മൾ പിടിച്ച് നിൽക്കണം. അപ്പോൾ ഏകദേശം നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊന്ന് മെല്ലെ പൊന്നിച്ച് നോക്കിയാൽ മതി. അപ്പോൾ വേവായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ തന്തൂർ റൊട്ടിയൊക്കെ നമ്മൾ കഴിക്കാറില്ലല്ലേ. അപ്പോൾ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് വേവാകുമ്പോൾ നമുക്ക് വേവായിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളത് അതിൽ നിന്നും പിന്നെ നല്ല കുറച്ച് കട്ടിയുള്ള ഒരു ചട്ടകം എടുത്തിട്ടാണ് നമ്മൾ, അതല്ലെങ്കിൽ അതിനുള്ള പറ്റിയ ഒരു കോരി എടുത്തിട്ടാണ് നമ്മൾ ഇതെടുക്കട്ടെ. പെട്ടെന്ന് കിട്ടൂല. ജസ്റ്റ് ഒന്ന് നല്ല ടെമ്പറിൽ നമ്മൾ ഒന്ന് വാങ്ങണം. അപ്പോഴുള്ളത് കിട്ടുക. നല്ല പെർഫെക്റ്റായ തന്തൂരി റൊട്ടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓവനും തന്തൂരി റൊട്ടിയുടെ ചുടുന്ന അടുപ്പൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഈ റൊട്ടി ചുട്ടെടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നമുക്ക് വെറുതെ തന്നെ ഇത് കഴിക്കാൻ പറ്റും. ഇത് മൈദ മാവ് കൊണ്ടാണ്. ഇനി നമുക്ക് ഗോതമ്പ് മാവ് കൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് കരിയാതെ നല്ല വേവായി തന്നെ നല്ല തന്തൂരി റൊട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രഷായ തന്തൂരി റൊട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാ ബോളുകളും നമ്മളിങ്ങനെ പരത്തിയെടുക്കണം. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇത് നമ്മൾ കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം. നമ്മൾ തന്തൂരി റൊട്ടി ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, നല്ല കട്ടിയിൽ തന്നെ പരത്തിയെടുത്തത്. അതേപോലെ നമ്മളൊരു കട്ടിയിൽ തന്നെ പരത്തിയതിന് ശേഷം നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ എള്ളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. നല്ലതുപോലെ നമ്മളത് വേവായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി നല്ലപോലെ നല്ല ടെമ്പറായിട്ടുണ്ടാവും കേട്ടോ. കുറച്ച് കയ്യിനൊക്കെ ബലം കൊടുത്ത് ഇതെടുക്കണം. ഇനി നമുക്ക് ഇത് ഏത് ചട്ടി നമ്മുടെ വലിപ്പം കൂട്ടട്ടോ. ബോള് വലിയതാക്കി വലിയ ചട്ടിയാണെങ്കിൽ വലിയ തന്തൂരി റൊട്ടി ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ചട്ടി ചെറുതായതുകൊണ്ട് നമുക്ക് ചുട്ടെടുക്കാനൊക്കെ സുഖത്തിനൊക്കെ നമുക്ക് ഇതാണ്ട് നല്ല പൊള്ളയായി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല റൊട്ടിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നമുക്ക് വെറുതെ കഴിച്ചാൽ എണ്ണയൊന്നും ഇല്ലാത്തല്ലേ, കൊളസ്ട്രോളൊന്നും ഉണ്ടാവില്ല. ഇത് കണ്ടോ, നല്ല പൊള്ളയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഇത് നല്ലപോലെ നമ്മൾ കമഴ്ത്തി വെച്ച് പോകാൻ പാടില്ല കേട്ടോ. നമ്മൾ പിടിച്ചു കൊണ്ടേയിരിക്കണം. ഒരു ഭാഗം മെല്ലെ നമ്മൾ പൊക്കി കൊടുക്കണം.
അപ്പോൾ അല്ലെങ്കിൽ തീ നല്ല അതുപോലെ അതിലേക്ക് കത്തി കരിഞ്ഞു പോകും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിങ്ങനെ പിടിച്ചുകൊണ്ട് ഇത് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗാർലിക് ചിക്കനും തന്തൂരി റൊട്ടിയും തക്കാളി സോസൊക്കെ നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. നല്ല വീർത്ത് പൊന്തി വന്ന നല്ല സോഫ്റ്റായ തന്തൂരി റൊട്ടി, പുറമേ നല്ല മുരിമുരിയായതും നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കട്ടെ. എന്നിട്ട് അതിൻ്റെ രുചിയെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നമ്മുടെ മക്കൾക്ക്, അതേപോലെ ഭർത്താക്കന്മാർക്ക്, അതേപോലെ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഒരു വെറൈറ്റി ഡിഷാക്കി നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതിലേക്ക് ബട്ടർ ചിക്കൻ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് ഇതിലേക്ക് ഉണ്ടാക്കി നോക്കുകൊണ്ട് വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അള്ളാ. എല്ലാവരോടും താങ്ക്സ്.